സംസ്ഥാനം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തൃശ്ശൂരിലെ വിവരങ്ങൾക്കാണ്. സൂരജ് സജി ഉണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, രാവിലെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു റിപ്പോർട്ടിങ്ങിൽ. അപ്പോൾ നമുക്ക് പോളിംഗ് ശതമാനം 34-35 ആയിരുന്നു ഉച്ചവരെ. ഇപ്പോൾ എന്തായി തൃശ്ശൂരിലെ പോളിംഗ്? എല്ലായിടത്തും പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു, അതായത് എല്ലാവരും വോട്ട് ചെയ്ത് മടങ്ങിക്കഴിഞ്ഞു. എവിടെയെങ്കിലും മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, എന്തായാലും തൃശ്ശൂരിലെ വോട്ടെടുപ്പ് പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും വോട്ടെടുപ്പ് തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവൺമെന്റ് LP സ്കൂളിലാണ്. അവിടെ അവസാന വോട്ടറും ഇപ്പോൾ ഈ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അതോടൊപ്പം തന്നെ ഈ ബ്ലാങ്ങാട് ബീച്ച് അടക്കം ഈ തീരദേശ മേഖലയിലെ വിവിധ ബൂത്തുകളിൽ ഇപ്പോഴും നീണ്ട നിരയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ബ്ലാങ്ങാട് ബീച്ചിന് സമീപമുള്ള ബൂത്തിൽ 100-ലധികം ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇരിങ്ങാലക്കുടയിലും വലിയ നിര ചില ബൂത്തുകളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും എല്ലാവർക്കും വോട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ അത് ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ടോക്കൺ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഇവരെ എല്ലാവരെയും ക്യൂവിൽ നിർത്തിയിരിക്കുന്നത്. പലരും ഈ മണിക്കൂറുകൾ പിന്നിട്ടതോടെ വോട്ട് ചെയ്യാതെ മടങ്ങുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നത്. 71% നിലവിൽ നിൽക്കുന്നത്. കഴിഞ്ഞ തവണ 77.86 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് കുറഞ്ഞത് ആരെ തുണയ്ക്കും എന്നത് പ്രകടമാകാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇടതു സ്ഥാനാർത്ഥി VS സുനിൽകുമാർ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ജില്ലയിൽ തകർന്നു എന്നുള്ളതാണ് ഇന്ന് സുനിൽകുമാർ ചൂണ്ടിക്കാണിച്ചത്. അത്തരത്തിൽ ഈ കോൺഗ്രസിനുള്ള പടലപ്പിടക്കം പോലും വരും മണിക്കൂറുകളിൽ പുറത്തേക്ക് വരും എന്നുള്ളതാണ് ഇടതുപക്ഷം ഉയർത്തിക്കാണിക്കുന്നത്. എന്തായാലും ഈ കണക്കുകൂട്ടലുകളിൽ ഈ വോട്ടെടുപ്പ് കുറഞ്ഞത് എങ്ങനെ പ്രതിഫലിക്കും എന്നതിലേക്ക് മുന്നണികൾ പോയിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ, ശരി. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് തൃശ്ശൂരിലെ പോളിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.